നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന മധ്യവയസ്കൻ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ. ബാങ്കിന്റെ ജപ്തി നോട്ടീസിൽ മനം നൊന്താണ് ജീവനൊടുക്കിയതെന്ന സൂചന. അഞ്ചൽ കുരുവിക്കോണം സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. കുണ്ടറ ആലീസ് വധക്കേസിൽ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ പ്രതി മോഷണക്കേസിൽ അറസ്റ്റ്. പാരിപ്പള്ളി സ്വദേശി ഗിരീഷാണ് പിടിയിലായത്. പാലക്കാട് നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. സ്വർണ്ണപ്പാളികളിലെ തൂക്കം കുറഞ്ഞത് ദേവസ്വം SP അന്വേഷിക്കും. 4 കിലോയുടെ കുറവാണ് കണ്ടെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി തള്ളിയത്. അയ്യപ്പ സംഗമം നടത്താമെന്ന് കോടതി വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഒരു ദിവസത്തെ സംഗമം എന്തിന് വിവാദമാക്കുന്നുവെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് നൽകിയ 3 ഹർജികളാണ് തള്ളിയത്. ഇതിൽ ഇടപെടുന്നില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഹൈക്കോടതി അറിയിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ മാസം 20-നാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരം M. മുകുന്ദന്. ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. 28-ന് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാലയാണ് പ്രബോധിനി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. M. മുകുന്ദന്റെ ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ചെയർമാനും ശാന്ത മുരളീധരൻ, P. ദീപു എന്നിവരുമടങ്ങിയ കമ്മിറ്റിയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 28-ന് വൈകിട്ട് 5-ന് നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, P. ദീപു, ശിവചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ആധുനിക കാലത്തെ മുതലാളിത്തത്തിൻ്റെയും കച്ചവട താല്പര്യങ്ങളുടെയും ഇടപെടൽ എങ്ങനെയാണ് കലയെ സ്വാധീനിക്കുന്നതെന്നും കലയെ വിപണനം ചെയ്യുന്നതെന്നും ഈ നോവൽ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ മലയാളത്തിൽ മറ്റൊരു നോവൽ ഇല്ല എന്നതാണ് ആ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർത്തമാനകാല സാമൂഹിക സാഹചര്യങ്ങളിൽ ഈ നോവൽ ഏറെ പ്രസക്തമാണ്. പുരോഗമന താല്പര്യമുള്ള ദളിത് വിഷയങ്ങൾ ഏറ്റവും ശക്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു കൃതി എന്ന തലത്തിൽ സ്ത്രീ വിമോചനത്തിൻ്റെതായ ഒരു വലിയ കാഹളം നടക്കുന്ന കൃതി എന്ന തലത്തിൽ ആ പുസ്തകത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രബോധിനി സാഹിത്യ പുരസ്കാരം വളരെ അഭിമാനപൂർവ്വം ശ്രീമുഖത്തിന് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗ്രന്ഥശാലയിലെ വനിതാ പ്രവർത്തകർ എഴുതിയ കവിതകൾ സമാഹരിച്ച് തയ്യാറാക്കിയ അവൾ പൂക്കുന്ന ഇടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചടങ്ങിൽ M. മുകുന്ദൻ നിർവഹിക്കും. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് ലൈബ്രറിയുടെ നമ്മുടെ പ്രബോധിനി ലൈബ്രറിയിൽ വായിക്കാൻ വരുന്ന സ്ത്രീ എഴുത്തുകാരെ ചേർത്തുകൊണ്ട് ഒരു കവിതാ പുസ്തകം നമ്മളന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ആ കവിതാ പുസ്തകത്തിന്റെ പ്രകാശനം ആ ദിവസം തന്നെയാണ്. ശ്രീ M. മുകുന്ദനാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ലൈബ്രറിയുടെ വനിതാ എഴുത്തുകാരൻ മാത്രം വെച്ചുകൊണ്ടുള്ള പക്ഷേ ആദ്യത്തെ സംരംഭമായിരിക്കാം. കൂട്ടം നാട്ടിൻപുറത്തുള്ള പുതിയ ഇതുവരെയും ഒരിടത്തും ഒരു കവിത പോലും എഴുതിയിട്ടില്ലാത്ത, ഒരു കവിത പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത 22ഓളം വനിതകളുടെ കവിതകളാണ് പുസ്തകത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
ദ്വിദിന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരളം ചവറ BRCയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചവറ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിവിധ കാറ്റഗറികളിൽ വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമഗ്ര ശിക്ഷ കേരളം ചവറ BRCയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീകല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ 13-ാം തീയതി നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലോത്സവം നടത്തിയിരുന്നു. അന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ പ്രകടനങ്ങളെല്ലാം തന്നെ. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും അവിടെ ഇരുന്ന് സങ്കടപ്പെടുകയായിരുന്നു ഇവരുടെ കഴിവുകളെല്ലാം കണ്ട്. കാരണം നമ്മുടെ കെവിന്റെ ഒരു കവിത ആലപിച്ചു. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ പ്രകടനങ്ങൾ കണ്ട് ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. കാരണം അവരുടെ മാതാപിതാക്കളെ അങ്ങേയറ്റം ആദരിക്കുകയാണ്. വിദ്യാകരണ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കിഷോർ K. കൊച്ചയ്യം അധ്യക്ഷത വഹിച്ചു. കുട്ടിയെ ഒരു ദിവസം തെറാപ്പിക്കായി ഡോക്ടറെ വിളിച്ചുകൊണ്ട് എത്തിക്കാൻ വേണ്ടി ചിലവാകുന്ന പണത്തിന്റെ പ്രശ്നം, ഇങ്ങനെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമുക്കിവിടെ കൊണ്ടുവന്നാൽ ശരിയായ നിലയിൽ കുട്ടികളുടെ സ്വകാര്യത, ഒരു 14-15 വയസ്സ് വരെയുള്ള 16 വയസ്സ് വരെയുള്ള പെൺകുട്ടികളടക്കം നമ്മുടെ തെറാപ്പി സേവനം ലഭിക്കുന്നവർ. അപ്പോൾ അവരുടെ 14 വയസ്സുള്ള പെൺകുട്ടി നമ്മളൊരു തെറാപ്പി എടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്വകാര്യത അവരെ പ്രവർത്തിച്ച് തെറാപ്പി കൊടുക്കാനുള്ള സംവിധാനം ഈ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ അതൊരു പരിഹാരമായി ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് വരികയും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത TK, BRCയിലെ അധ്യാപക പരിശീലകരായ സബിത S, മേരി ഉഷ P, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ശുഭകുമാരി, ഡാലമ്മ ഫെർണാണ്ടസ് എന്നിവർ പങ്കെടുത്തു. ചലനപരിമിതിയുള്ള കുട്ടികൾക്കുള്ള ക്യാമ്പിന് നീണ്ടകര താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റിൻസി നേതൃത്വം നൽകി. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കായി സെപ്റ്റംബർ 18 നടക്കുന്ന ക്യാമ്പിന് കരുനാഗപ്പള്ളി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ENT ഡോക്ടർ പ്രശാന്ത് കുമാർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ചവറ. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന മധ്യവയസ്കൻ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ. ബാങ്കിന്റെ ജപ്തി നോട്ടീസിൽ മനം നൊന്താണ് ജീവനൊടുക്കിയതെന്ന് സൂചന. അഞ്ചൽ കുരുവിക്കോണം സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയെടുക്കാൻ ജാമ്യക്കാരനായി ഇയാൾ നിന്നിരുന്നു. വായ്പയെടുത്താൽ കുടിശ്ശിക വരുത്തിയതോടെ വസ്തു ജപ്തി ചെയ്യുമെന്ന മുന്നറിയിപ്പ് നോട്ടീസ് വീടിന് മുന്നിൽ ബാങ്ക് അധികൃതർ സ്ഥാപിച്ചിരുന്നു. ഇതിൽ മനം നൊന്താണ് ജീവനൊടുക്കിയതെന്നാണ് സൂചന. നമ്മുടെ കുരുവിക്കോണം കുന്നുംപുറത്ത് ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്ന പുള്ളിക്കാരൻ. എന്നാൽ ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് തൊട്ടടുത്തൊരു വീട്ടിലൊരു രോഗി, ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞായറാഴ്ച പുള്ളിക്കാരൻ ഇറങ്ങിയതാണ്. അപ്പോൾ 3 ദിവസം കൊണ്ട് കാണുന്നില്ല. ഞായറാഴ്ച രാത്രി 11 മണിക്കും വീട്ടിലെ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ച് തിങ്കളാഴ്ചയും കൂടെ കാണാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കതവ് തുറന്ന് കിടക്കുന്നു. അപ്പോൾ വിചാരിച്ച് പുറത്തോട്ടിറങ്ങിപ്പോയാണെന്ന്. എന്നാൽ ഇന്ന് രാവിലെ ഒരു 9 മണിയായപ്പോഴും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെ അഞ്ചൽ SIയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം അവർ തന്നെ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് കിണറ്റിൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് കണ്ട് സംശയാസ്പദമായ രീതിയിൽ അപ്പോൾ തന്നെ മോട്ടോർ കൊണ്ടുവന്ന് വെള്ളം പറ്റിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കണ്ട്. അഞ്ചലിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്ന 55-കാരനെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുരുവിക്കോണം സുജില്ലാസത്തിൽ അനിൽകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ അനിൽകുമാറിനെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറിന് സമീപം അനിൽകുമാറിന്റെ ചെരുപ്പ് കണ്ടത്. തുടർന്ന് കിണറ്റിൽ നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ മറ്റൊരാൾക്ക് വായ്പയെടുക്കാൻ അനിൽകുമാർ ജാമ്യം നിന്നിരുന്നു. വായ്പയെടുത്തയാൾ വായ്പ കുടിശ്ശിക വരുത്തിയതോടെ അനിൽകുമാർ ജാമ്യം നിന്ന വസ്തു ജപ്തി ചെയ്യുമെന്ന മുന്നറിയിപ്പ് നോട്ടീസ് കഴിഞ്ഞ 28-ന് വീടിന്റെ മുൻഭാഗത്തെ കതയിൽ ബാങ്ക് അധികൃതർ പതിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമമാണ് മരണത്തിന് കാരണമെന്നാണ് സൂചന. അഞ്ചൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എന്നാലിപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പം കഥകിൽ ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പുള്ളിക്കാരൻ്റെ വസ്തു പണയപ്പെടുത്തി ജാമ്യം നിന്നതായിട്ടുള്ളൊരു നോട്ടീസ് രജിസ്ട്രാർ കൊണ്ടുവന്ന് ഒട്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇപ്പോൾ അതിൻ്റെ നടപടികളുമായി നീങ്ങുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. സ്വർണ്ണപ്പാളികളിലെ തൂക്കം കുറഞ്ഞത് ദേവസ്വം SP അന്വേഷിക്കും. 2019 പാളികൾ അഴിച്ചെടുത്തപ്പോൾ 42 കിലോ ഉണ്ടായിരുന്ന തൂക്കം അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിൽ എത്തിച്ചപ്പോൾ 38 കിലോയായി കുറഞ്ഞു. ഇക്കാര്യം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. കേസ് ബുധനാഴ്ച പരിഗണനയ്ക്കെടുത്തപ്പോൾ സ്വർണ്ണപ്പാളികളുടെ തൂക്കം സംബന്ധിച്ച് കോടതി സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ രേഖകളും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ബുധനാഴ്ച പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ചോദ്യങ്ങൾ ഉയർത്തിയത്. 2019 അഴിച്ചെടുത്തപ്പോൾ 42 കിലോ ഉണ്ടായിരുന്ന തൂക്കം അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിൽ എത്തിച്ചപ്പോൾ 38 കിലോയായി കുറഞ്ഞു. ഇക്കാര്യം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരോ ബന്ധപ്പെട്ടവരോ ഇക്കാര്യം ഇതുവരെ എന്തുകൊണ്ടാണ് അറിയാത്തതെന്ന് കോടതി ആരാഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ മുന്നിലാണ് കണക്കെടുപ്പ് നടന്നത്. ദേവസ്വത്തിന്റെ രേഖകളിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തുകൊണ്ട് ഇക്കാര്യം അന്വേഷിച്ചില്ല എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു. അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാൻ തീരുമാനമെടുത്തതിലും കോടതി സംശയം ഉന്നയിച്ചു. അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഫയൽ ചെയ്ത റിപ്പോർട്ടിനെ തുടർന്നാണ് കോടതി സ്വമേധയാ ഇടപെട്ടത്. ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ അറ്റകുറ്റപ്പണിക്കായി അയച്ച സ്വർണ്ണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും ഹൈക്കോടതിയെയും അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയതിൽ നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതിയുടെ അനുമതി തേടണമെന്നുള്ള നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിക്കുന്നു. 20 രാവിലെ 9:30 ശാസ്താംകോട്ട കോടതി സമുച്ചയത്തിൽ ഉദ്ഘാടനം നടക്കും. ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് കുടുംബ കോടതിയും മന്ത്രി KN ബാലഗോപാൽ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി സെപ്റ്റംബർ 20 ഉദ്ഘാടനം ചെയ്യും. ശാസ്താംകോട്ട കോടതി സമുച്ചയ അങ്കണത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് കുടുംബ കോടതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതുപോലെയുള്ള ഒരു കോടതി, ഡിജിറ്റൽ ഫാമിലി കോടതി ഇവിടെ സ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായി. ഡിജിറ്റൽ കോടതി എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ പത്രപ്രവർത്തകർ, പത്രമാധ്യമങ്ങളിലെ ആളുകളാണ്, മീഡിയയുടെ സ്വന്തം ആളുകളാണ്. അവർക്കറിയാം, അവർക്ക് കിട്ടാത്ത ഒരു ന്യൂസും ഇല്ല, അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സോഷ്യൽ സിസ്റ്റം തന്നെ എല്ലാം ഡിജിറ്റൽവൽക്കരിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് പോവുകയാണ്. കോടതി ഭാഷ മുഴുവനും മാറുന്നു, ഔദ്യോഗിക ഭാഷകൾ മുഴുവനും അത് മാറുന്നു, എഴുത്തുകുത്തുകൾ മാറുന്നു, ഫയലിംഗ് സമ്പ്രദായം മാറുന്നു, പഴയ രീതിയിലുള്ള നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന എല്ലാ സംവിധാനവും മാറുന്നു. മന്ത്രി KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിക്കും. ഡിജിറ്റൽ സാങ്കേതികതയുടെ സ്വിച്ച് ഓൺ കർമ്മം ജസ്റ്റിസ് സതീഷ് നൈനാൻ നിർവഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP, കേരള വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ K. സോമപ്രസാദ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. കൊല്ലം താലൂക്കിൽ 2 കോടതി വന്നു, ഫാമിലി കോടതി. കൊല്ലം ഫാമിലി കോടതിയും പരവൂർ കോടതിയും വന്നപ്പോഴും കുന്നത്തൂർ താലൂക്കിൽ പ്രത്യേക കോടതി വന്നില്ല. അപ്പോൾ ഈ ജില്ലയിൽ കോടതി ഇല്ലാത്ത താലൂക്ക്, കുടുംബ കോടതി ഇല്ലാത്ത താലൂക്ക് കുന്നത്തൂരായിരുന്നു എന്നുള്ള ആ ഒരു കുറവ് കൂടി പരിഹരിക്കപ്പെടുകയാണ്. അത് ഡിജിറ്റൽ കോടതി വന്നതോടുകൂടി അത് ഇന്ത്യയിലെ തന്നെ മാതൃകാ ഡിജിറ്റൽ കോടതി എന്ന നിലയിൽ നമ്മുടെ ശാസ്താംകോട്ടയ്ക്ക് കുന്നത്തൂരിലാണ് കിട്ടിയിട്ടുള്ളത്. അത് ആ ചടങ്ങ് എല്ലാ അർത്ഥത്തിലും നല്ലതാക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. KCBയുടെ ഇരട്ട ക്യാഷ് കൗണ്ടറുകൾ നിർത്തലാക്കും. വൈദ്യുതി ബിൽ 1000 രൂപ വരെയുള്ളത് മാത്രം പണമായി സ്വീകരിച്ചാൽ മതിയെന്ന തീരുമാനം കർശനമായി നടപ്പാക്കാനും KCB തീരുമാനിച്ചു. അതിനു മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനായി അടയ്ക്കണം. KSEBയുടെ 2 ക്യാഷ് കൗണ്ടറുകൾ ഉള്ളയിടത്ത് 1 നിർത്തലാക്കും. അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ സർക്കിൾ ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കുകയോ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി സ്ഥലം മാറ്റുകയോ ചെയ്യും. ഒരേ കെട്ടിടത്തിൽ 2 സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്തും ഒരേ കൗണ്ടറേ ഇനി ഉണ്ടാവൂ. 8 മുതൽ 6 വരെ പണം സ്വീകരിച്ചിരുന്നത് 9 മുതൽ 3 വരെ മാത്രമാക്കും. 70% ബില്ലുകളും നിലവിൽ ഓൺലൈനാണ് അടയ്ക്കുന്നത്. ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത്. വൈദ്യുതി ബിൽ പണമായി സ്വീകരിക്കുന്നത് 1000 രൂപ വരെ മാത്രമാക്കും. 1000 രൂപയ്ക്ക് മുകളിലുള്ള വൈദ്യുതി ബില്ലുകൾ ഓൺലൈനായി തന്നെ അടയ്ക്കണം. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. കുണ്ടറ ആലീസ് വധക്കേസിൽ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ പ്രതി മോഷണക്കേസിൽ വീണ്ടും അറസ്റ്റിൽ. പാരിപ്പള്ളി സ്വദേശി ഗിരീഷാണ് എഴുകോൺ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം നെടുമൺകാവിലെ ഹോട്ടലിൽ നിന്ന് 50,000 രൂപ മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്.
ഇനിയും ദുരൂഹത മാറാത്ത കുണ്ടറ ആലീസ് വധക്കേസിൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഹൈക്കോടതി പിന്നീട് കുറ്റവിമുക്തനാക്കുകയും ചെയ്ത പ്രതിയാണ് മോഷണക്കേസിൽ വീണ്ടും അറസ്റ്റിലായത്. പാരിപ്പള്ളി പാമ്പുറം കോലായിൽ പുത്തൻവീട്ടിൽ 41-കാരനായ ഗിരീഷിനെയാണ് എഴുകോൺ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 6-ന് നെടുമൺകാവ് കല്യാണി ഹോട്ടലിൽ നിന്ന് 50,000 രൂപ മോഷ്ടിച്ചു കടന്ന ഗിരീഷിനെ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. കല്യാണി ഹോട്ടലിൽ 5 ദിവസം മാത്രം ജോലിക്കു നിന്ന ഗിരീഷ് ഉടമയുടെ കണ്ണ് വെട്ടിച്ച് മേശവലിപ്പിൽ നിന്ന് പണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. നേരത്തെയും നിരവധി മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട്. ജോലിക്കു നിന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പണം കവർന്ന കേസുകളാണ് അധികവും. ഈ തുക സുഖലോലുപതയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയും തീരുമ്പോൾ അടുത്ത ജോലി സ്ഥലം കണ്ടെത്തുകയുമാണ് പതിവ്. സ്ഥാപന ഉടമകളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയ ശേഷം മോഷണം നടത്തുന്നതാണ് രീതി. തെക്കുംഭാഗം പാരിപ്പള്ളി, ശക്തികുളങ്ങര, കൊല്ലം വെസ്റ്റ്, കടക്കാവൂർ, പരവൂർ, ഓച്ചിറ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഇതിന് പുറമെയായിരുന്നു കുണ്ടറ സ്റ്റേഷനിലെ ആലീസ് വധക്കേസ്. 2013-ലാണ് കുണ്ടറ മുളവന കോട്ടപ്പുറം എവി സദനത്തിൽ ആലീസ് വർഗീസ് കൊല്ലപ്പെട്ടത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആലീസിനെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തി ആഭരണങ്ങൾ കൊള്ളയടിച്ചെന്നായിരുന്നു കേസ്. കേസിൽ 2018-ൽ സെഷൻസ് കോടതി ഗിരീഷിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് ചോദ്യം ചെയ്തു നൽകിയ അപ്പീലിലാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഗിരീഷിനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. മതിയായ തെളിവുകളുടെ അഭാവമാണ് അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇതിനകം 11 വർഷത്തോളം ഇയാൾ തടവ് ശിക്ഷ അനുഭവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പൂജ, ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ച് യാത്രാ തിരക്ക് കുറയ്ക്കാൻ ചെന്നൈയിൽ നിന്ന് പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചു. എന്നാൽ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് പ്രത്യേക തീവണ്ടികളൊന്നും അനുവദിച്ചില്ല. നാഗർകോവിൽ, തിരുനെൽവേലി, ചെങ്കോട്ട, പോത്തന്നൂർ, തൂത്തുക്കുടി എന്നിവിടങ്ങളിലേക്കാണ് തീവണ്ടികൾ അനുവദിച്ചത്. എല്ലാ തീവണ്ടികളും ഇരുഭാഗത്തേക്കുമായി 10 സർവീസുകൾ വീതം നടത്തുന്നുണ്ട്. നാഗർകോവിൽ താമ്പരം, ചെന്നൈ സെൻട്രൽ പോത്തന്നൂർ, ചെന്നൈ സെൻട്രൽ ചെങ്കോട്ട, തിരുനെൽവേലി ചെന്നൈ എഗ്മോർ തൂത്തുക്കുടി, നാഗർകോവിൽ ചെന്നൈ സെൻട്രൽ ട്രെയിനുകളാണ് പുതുതായി അനുവദിച്ചത്. പൂജ, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചെന്നൈയിൽ നിന്ന് ഈ തീവണ്ടികൾ പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് ഒരു തീവണ്ടി പോലും സദേൺ റെയിൽവേ അനുവദിച്ചിട്ടില്ല. ചെന്നൈയിൽ നിന്ന് നാഗർകോവിൽ, തിരുനെൽവേലി, ചെങ്കോട്ട, പോത്തന്നൂർ, തൂത്തുക്കുടി എന്നിവിടങ്ങളിലേക്ക് മാത്രമാണ് പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചിട്ടുള്ളത്. നാഗർകോവിൽ താമ്പരം ട്രെയിൻ സെപ്റ്റംബർ 28, ഒക്ടോബർ 5, 12, 19, 26 തീയതികളിലാണ് സർവീസ് നടത്തുന്നത്. താമ്പരത്ത് നിന്ന് സെപ്റ്റംബർ 29, ഒക്ടോബർ 6, 13, 20, 27 തീയതികളിൽ സർവീസ് നടത്തും. ചെന്നൈ സെൻട്രൽ പോത്തന്നൂർ പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 25, ഒക്ടോബർ 2, 9, 16, 23 തീയതികളിലും പോത്തന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 25, ഒക്ടോബർ 3, 10, 17, 24 തീയതികളിലുമാണ് സർവീസ് നടത്തുന്നത്. ചെന്നൈ സെൻട്രൽ ചെങ്കോട്ട പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 24, ഒക്ടോബർ 1, 8, 15, 22 തീയതികളിൽ സർവീസ് നടത്തും. ചെങ്കോട്ടയിൽ നിന്ന് സെപ്റ്റംബർ 25, ഒക്ടോബർ 2, 9, 16, 23 തീയതികളിലാണ് സർവീസ് നടത്തുക. തിരുനെൽവേലി ചെന്നൈ എഗ്മോർ പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 25, ഒക്ടോബർ 2, 9, 16, 23 തീയതികളിലും എഗ്മോറിൽ നിന്ന് സെപ്റ്റംബർ 26, ഒക്ടോബർ 3, 10, 17, 24 എന്നീ തീയതികളിലും സർവീസ് നടത്തും. എഗ്മോർ തൂത്തുക്കുടി പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 29, ഒക്ടോബർ 6, 13, 20, 27 തീയതികളിലും എഗ്മോറിൽ നിന്ന് സെപ്റ്റംബർ 30, ഒക്ടോബർ 6, 13, 20, 27 തീയതികളിലുമാണ് സർവീസ് നടത്തുക. നാഗർകോവിൽ ചെന്നൈ സെൻട്രൽ പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ 30, ഒക്ടോബർ 7, 14, 21, 28 തീയതികളിലും ചെന്നൈ സെൻട്രലിൽ നിന്ന് ഒക്ടോബർ 1, 8, 15, 22, 29 തീയതികളിലുമായിരിക്കും സർവീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. വിശ്വകർമ്മ ദിനാഘോഷം പുനലൂരിൽ നടത്തി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പുനലൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. കർമ്മങ്ങൾ ചെയ്യുവാൻ ശക്തി നൽകണേ സർവേശ്വരാജകൾ സൃഷ്ടികർത്താവേ ദേവാ നമോസ്തുതേ. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പുനലൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ദിനാഘോഷം നടത്തിയത്. ഡയറക്ടർ ബോർഡ് അംഗം അഭികുമാർ വെൺപാല ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മകൾ ഭരണപ്രാതിനിധ്യത്തിലേക്ക് ഉയരുന്നില്ല. സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് ഏത് രാഷ്ട്രീയ പ്രസംഗമായിക്കോട്ടെ അതിന് മുഖ്യധാരയിലേക്ക് ഉയരുന്നില്ല. എന്താണ് ഈ വിശ്വകർമ്മ സഭയുടെ യുവജനങ്ങൾ സഭയുടെ നേതൃത്വങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ല. സഭയുടെ പ്രവർത്തനങ്ങളുമായി അവർ ഇടപെടുന്നില്ല. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു 45-50 ആൾക്കാരാണ്. യുവജനങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. നമ്മുടെ കൂട്ടത്തിൽ വിശ്വകർമ്മരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വിശ്വകർമ്മ സഭ ആയിക്കോട്ടെ, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതൊരു സംഘടന ആയിക്കോട്ടെ, ബട്ട് നമ്മുടെ സംഘടനയിൽ യുവാക്കൾ
യുവാക്കളുടെ പ്രാതിനിധ്യം ഇല്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് യുവാക്കൾ നമ്മുടെ സംഘടനകളിലേക്ക് അല്ലെങ്കിൽ സംഘടനകളുടെ തലപ്പത്തേക്ക് മുന്നോട്ട് വരാൻ? നമുക്കറിയാമോ, വളരെ പാടുപെട്ട് കേരള വിശ്വകർമ്മ സഭയായിരുന്ന സമയത്തും അഖില കേരള വിശ്വകർമ്മ സഭയായിരുന്ന സമയത്തും ഗവൺമെന്റിന് മുമ്പ് നിരന്തരമായ സമരങ്ങൾ ചെയ്തുകൊണ്ടാണ് 2% വിദ്യാഭ്യാസ സംവരണം ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ ആ 2% കൊണ്ട് എത്രത്തോളം വിശ്വകർമ്മർക്ക് അത് ഗുണപ്രദമായി വർദ്ധിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ചോദിക്കുന്നതാണ്. വിശ്വകർമ്മ സഭ സൗഹൃദനിധി സ്ഥാപകൻ ഷാജി ആരിമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഹൃദയത്തിൽ ഉദിച്ച മുഖത്ത് പൊട്ടിവിരിയുകയാണ്. ഹൃദയത്തിൽ ഉദിച്ച മുഖത്ത് പൊട്ടിവിരിയുന്ന പുഞ്ചിരിയുടെ സ്വാധീന ശക്തി അനിർവചനീയമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഞാനിവിടെ നൽകാൻ പോകുന്ന സന്ദേശം നിങ്ങൾ കാതുകൊണ്ടല്ല കേൾക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേൾക്കണം. ഇന്ന് പുഞ്ചിരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വബ്രഹ്മ മഹാമന്ത്രത്തോടുകൂടി ആരംഭിക്കാം. ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഒന്ന് ധ്യാനനിരതരായി. നാഗശൂലപിനാകിനം മേരും ഗീണം ജപാണം ച ശംഖുചക്രപ്രകീർത്തിതം കോടിസൂര്യപ്രദീകാശം സർവജീവദയാപരം ദേവദേവ മഹാദേവം വിശ്വബ്രഹ്മ ജഗദ്ഗുരു ഓം ശ്രീവിരാട് വിശ്വകർമ്മ പരബ്രഹ്മണേ നമഃ. ജ്ഞാനാനന്ദമയം ദേവം പഞ്ചകൃത്യപരായണം. യൂണിയൻ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി ശശികുമാർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ അംഗങ്ങളെയും ശാഖാംഗങ്ങളെയും പരിപാടിയിൽ ആദരിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം അഭികുമാർ വെൺപാലയെ യൂണിയൻ സെക്രട്ടറി ശശികുമാറും സൗഹൃദനിധി സ്ഥാപകൻ ഷാജി ആരിമംഗലത്തിനെ യൂണിയൻ പ്രസിഡന്റ് ഗോപാലകൃഷ്ണനും ആദരിച്ചു. മുൻകാലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ട പല സ്വത്തുവകകളും പിടിച്ചെടുക്കാൻ വേണ്ടി ധീരമായി കോടതിയിൽ കയറി കേസിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം യൂണിയന് വൻപിച്ച സാമ്പത്തിക ബാധ്യതയെ സമ്പന്നനായിട്ടുണ്ട്. വസ്തുവിന്റെ അവകാശം മാത്രമല്ല, ഏകദേശം ബാങ്കിൽ കിടന്ന ക്യാഷ് ഉൾപ്പെടെയൊക്കെയുള്ള ഒരു മുൻ ജനറൽ സെക്രട്ടറി നടക്കുന്ന ഒരു വ്യക്തി ഇന്ന് അഞ്ചൽ പരിപാടി നടക്കുന്നുണ്ടോ? എന്നോട് പലരും ചോദിക്കുന്നു, അഞ്ചൽ മഹാസഭയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി ഐക്യവേദി എന്ന പേരിൽ BSS ചേർത്തുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നു. എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. യൂണിയൻ അംഗങ്ങളായ വിശ്വനാഥൻ, ബാബു വി ആചാരി, രാജഗോപാൽ അയലറ, രാജൻ നെടുമ്പാറ എന്നിവർക്കും ആദരവ് നൽകി. അഡ്വക്കേറ്റ് എൽ രാജേഷ്, മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഓമന രാജഗോപാൽ, യൂണിയൻ അംഗം ബാബു വി ആചാരി, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി മഞ്ഞമൻകാര രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന മധ്യവയസ്കൻ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ. ബാങ്കിന്റെ ജപ്തി നോട്ടീസിൽ മനം നൊന്താണ് ജീവനൊടുക്കിയതെന്ന സൂചന. അഞ്ചൽ കുരുവിക്കോണം സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. കുണ്ടറ ആലീസ് വധക്കേസിൽ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ പ്രതി മോഷണ കേസിൽ അറസ്റ്റ്. പാരിപ്പള്ളി സ്വദേശി ഗിരീഷാണ് പിടിയിലായത്. പാലക്കാട് നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. സ്വർണ്ണപ്പാളികളിലെ തൂക്കം കുറഞ്ഞത് ദേവസ്വം SP അന്വേഷിക്കും. 4 കിലോയുടെ കുറവാണ് കണ്ടെത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.